ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ളതാണ് ഞാൻ അത്രയും ഒരു ചക്കക്കുരു എടുത്തിട്ട് അതിനെ കുക്കറിലിട്ട് 2 വിസിലെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്. ഞാൻ മുഴുവൻ തോലൊന്നും കളഞ്ഞിട്ടില്ല, കുറച്ച് കളഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ച് എടുക്കണം. അതിലേക്ക് വേണ്ട ആവശ്യങ്ങളാണ് അതാ. ഞാനൊരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക് ഒരു 3-4 ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പിടി നാളികേരം നിർബന്ധമല്ല ചെയ്യുക. പിന്നെ താളിക്കാൻ പ്രത്യേകിച്ച് കടുക് എടുത്തിട്ടുണ്ട്. ഞാൻ ഗോൾഡ് എണ്ണയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഏറ്റവും ഒടുവിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഞാനിതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചക്കക്കുരു ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാകം ചെയ്യാം. ഞാൻ അടുപ്പത്തൊരു ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഗോൾഡ് വിന്നർ എണ്ണ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്ക് ഈ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകിനോടൊപ്പം ഒരു കപ്പൽ മുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ചക്കയെ പോലെ തന്നെ ചക്കക്കുരുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെപ്പോഴും തോരനോ ഉപ്പേരിയോ അല്ലെങ്കിൽ മസാലക്കറിയോ റോസ്റ്റ് പോലെയൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. ഇത് രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ ഈ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ട ഉപ്പ് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഞങ്ങൾ വറുകയാക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു പോകുമ്പോൾ ഗ്യാസ് പ്രോബ്ലം പലർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിതിൽ ഇഞ്ചി കൂടി ചേർത്തിരിക്കുന്നത്. നമ്മുടെ ദഹനത്തിനും ഗ്യാസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാനും ഇഞ്ചി വളരെ നല്ലതാണ്. ഉള്ളി എത്രയും അധികം മതി. ഈ സമയത്ത് നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്തി കൊടുക്കാം. ചക്കക്കുരു
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും എത്തട്ടെ വിധത്തിൽ. എല്ലായിടത്തും ഒരുപോലെ ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിന് നല്ല ടേസ്റ്റാണ്. ഇപ്പം ചക്കക്കുരുവിൻ്റെ കാലമൊക്കെ കഴിയാനായി. എന്നാലും കർക്കിടക പ്ലാവ് പറഞ്ഞ പ്ലാവുണ്ട്. അതിലൊക്കെ കർക്കിടക മാസത്തിലാണ് ചക്കയൊക്കെ മൂത്ത് വരിക. അപ്പോൾ കർക്കിടക പ്ലാവിലുള്ളവർക്കൊക്കെ ഈ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ചക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ചക്കക്കുരു മുളച്ച് തുടങ്ങും. ഇതും ലേശം മുളച്ച് തുടങ്ങിയ ചക്കക്കുരു തന്നെയാണ്. ഞാൻ അതിനെ ഉണക്കി എടുത്ത് വെച്ചതാണ്. ചക്കക്കുരു കേട് വരാതിരിക്കാൻ നമ്മളത് ചക്കക്കുരു വേർപെടുത്തി എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അതൊന്ന് നല്ലപോലെ വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുക്കണം വൃത്തിയായിട്ട്. അല്ലെങ്കിൽ അതിൽ ഉഴമ്പും മറ്റും വന്ന് അത് കേട് വരുത്തി കളയും. ഇനി നമുക്കിതിൽ നാളികേരം ചേർത്തി കൊടുക്കാം. ഞാൻ പറഞ്ഞു നാളികേരം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. നാളികേരം ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തി കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിക്കണം. ഏറ്റവും ഒടുവിലായിരുന്നു നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടി വെളിച്ചെണ്ണ 1 ടീസ്പൂൺ മതി. എന്നൊരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തി കൊടുക്കാം. അത്രയും മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചക്കക്കുരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.